ജനകോടികളുടെ ആത്മീയ കേന്ദ്രമായിരുന്ന, അഭയ കേന്ദ്രമായിരുന്ന, ആശ്രയമായിരുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT നടത്തിക്കൊണ്ടിരുന്ന അന്വേഷണം ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മന്ദീഭവിച്ച നിലയിലാണ് കാണപ്പെട്ടത്. നാളിതുവരെ SIT നടത്തിയ അന്വേഷണത്തിൽ CPM-ന്റെ സമുന്നതരായ നേതാക്കളടക്കം 6 പേരാണ് ഇതുവരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടത്. CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും കോന്നി മുൻ MLA-യുമായ A. പത്മകുമാറിന്റെ അറസ്റ്റാണ് ഒടുവിൽ നടന്നത്. പത്മകുമാർ 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിൽ ദേവസ്വം പ്രസിഡന്റായിരുന്നു. പത്മകുമാറിന് മുൻപ് ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന, ദേവസ്വം പ്രസിഡന്റായിരുന്ന CPM-ന്റെ മുൻ മുഖ്യമന്ത്രിയും മൺമറഞ്ഞ നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ അഡീഷണൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരുന്ന N. വാസുവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT ഇതുവരെ അറസ്റ്റ് ചെയ്തവരിൽ എല്ലാവരും തന്നെ CPM-ന്റെ നേതാക്കളോ CPM-ന്റെ സംഘടനാ പ്രവർത്തകരോ ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ദേവസ്വം സംഘടനയിലെ തലമുതിർന്ന നേതാക്കളാണ് മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും പത്മകുമാറും N. വാസുവും അടക്കം ഉള്ള CPM-ന്റെ സമുന്നതരായ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇനിയും ഏത് വ്യക്തിയാണ് അറസ്റ്റിലാകുന്നത്, ആരിലേക്കാണ് SIT-യുടെ അറസ്റ്റ് നീളുക എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായും CPM-ന് അകത്തുണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് എന്ന് പറയപ്പെടുന്നു SIT-യുടെ മേൽ അതിയായ സമ്മർദ്ദം ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ SIT-യുടെ അന്വേഷണം മരവിപ്പിക്കുന്ന തരത്തിലാണ് പിന്നീട് അങ്ങോട്ട് നാം കണ്ട കാഴ്ച. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിന്റെ പേരിലാണ് ഇതുവരെ N. വാസുവും പത്മകുമാറും അടക്കമുള്ള ആളുകൾ അറസ്റ്റിലായത് എന്ന് തന്നെയാണ് നിയമജ്ഞർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതിനാൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വഴിപ്പെടാതെയാണ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചത് എന്ന് പറയപ്പെടുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ SIT-യുടെ അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് നീളുകയും CPM-ന്റെ സമുന്നതരായ നേതാക്കളിലേക്ക് അത് എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് CPM-ന് വലിയ ക്ഷീണം ചെയ്യും, ഡാമേജ് ഉണ്ടാക്കും എന്നതിനാൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടു ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ SIT-യുടെ അന്വേഷണം തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മരവിപ്പിച്ച് നിർത്തണം എന്നുള്ളത് തന്നെയാണ് പുറത്തുവന്ന വിവരങ്ങൾ. അതെന്ത് തന്നെയായാലും പത്മകുമാറിന് ശേഷം മറ്റൊരു അറസ്റ്റ് ഉണ്ടായില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ രണ്ടാം വട്ട റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ഒരു മാസത്തേക്ക് കൂടിയാണ് SIT-ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം പൂർത്തീകരിക്കുന്നതിന് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൃത്യമായ വിവരം ഹൈക്കോടതിക്ക് കൈമാറാൻ തന്നെയാണ് SIT-യുടെ തീരുമാനം എന്നുള്ളതാണ് അറിയുന്നത്. ഈ തീരുമാനങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റു പല വസ്തുതകളും പുറത്തു വരുന്നത്. അതായത് പത്മകുമാറിന് ശേഷം ഇനി ആരാണ്, ഏത് ഉന്നതനാണ് അറസ്റ്റിലാവാൻ പോകുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ പടരുന്നതിനിടയിൽ തന്നെയാണ് 2018-19 കാലത്ത് ശബരിമലയിൽ ദേവസ്വം പ്രസിഡന്റായിരുന്ന N. പത്മകുമാർ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. പത്മകുമാറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ചില ഗൗരവതരമായ വെളിപ്പെടുത്തലുകൾ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്ത 2 കേസിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും 2018-19 കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പത്മകുമാർ മൊഴി നൽകിയിരുന്നത്. വെഞ്ഞാറമൂട്ടിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ പലപ്പോഴും സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട്ടിൽ ഉണ്ടുറങ്ങുന്നതിന് വേണ്ടിയോ ചായ കുടിക്കുന്നതിന് വേണ്ടിയോ ആയിരിക്കില്ല പലവട്ടം സന്ദർശിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പലവട്ടം പത്മകുമാറിന്റെ വീടും സന്ദർശിച്ചിട്ടുണ്ട്, പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടും സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഗൗരവതരമായ നിരീക്ഷണങ്ങളായിരുന്നു അത്. അതായത് സുഭാഷ് കപൂറിനെ പോലെയുള്ള അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ, അഥവാ സുഭാഷ് കപൂറിനെ പോലുള്ള അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളുടേത് പോലുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നുള്ള സംശയമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയത്. ഈ സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ SIT-യുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള നിർണായകമായ മൊഴികൾ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും SIT-ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് SIT ഇപ്പോൾ നടത്തുന്ന അന്വേഷണം കടകംപള്ളി സുരേന്ദ്രന്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ യാത്രകളെ കുറിച്ച് തന്നെയാണ്. ആ യാത്രയിൽ കേരളത്തിന് പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി എന്ന രീതിയിൽ എത്ര യാത്രകൾ നടത്തിയിട്ടുണ്ടായിരുന്നു, ഈ യാത്രയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഏതെല്ലാം യാത്രയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി SIT അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ വിദേശങ്ങളിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി എന്ന രീതിയിൽ എത്ര യാത്രകൾ നടത്തിയിട്ടുണ്ട്, ഈ യാത്രകളിൽ എത്ര യാത്രകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടെ പോയിട്ടുണ്ട് എന്നുള്ളതെല്ലാം അന്വേഷണ വിധേയമാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ അടക്കമുള്ള നിരവധി ഉപകരണങ്ങളാണ് അന്ന് SIT കടത്തിക്കൊണ്ടുപോയത്. അവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പാസ്പോർട്ടും SIT കണ്ടുകെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ ഏതാണ്ട് മണിക്കൂറുകളോളം നീളുന്ന സെർച്ചിൽ പത്മകുമാറിന്റെ പാസ്പോർട്ട് അടക്കം വിശദമായ പല രേഖകളും SIT കണ്ടെടുക്കുകയുണ്ടായി. പത്മകുമാറിനെ വീണ്ടും SIT കസ്റ്റഡിയിൽ കൂട്ടുപ്രതികളുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായകമായ പല മൊഴികളും SIT കിട്ടിയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിലുള്ള ബന്ധം. അവർ തമ്മിൽ പരസ്പരം വീടുകൾ സന്ദർശിക്കാറുണ്ടായിരുന്നു, പലപ്പോഴും ഒരുമിച്ച് പല ദിക്കിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് നിർണായകമായ മൊഴി പത്മകുമാറിന്റെ ഭാഗത്ത് നിന്നും വരുന്നത്. പത്മകുമാറും പോറ്റിയും ഒരുമിച്ച് ചില യാത്രകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം SITക്ക് കിട്ടിയിരിക്കുന്നു. അത് കൂടി വായിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്ന് സുഭാഷ് കപൂറിനെ പോലുള്ള അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കൾ നടത്തുന്ന തരത്തിലുള്ള വിഗ്രഹമോഷണമാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കവർച്ചയാണോ ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സംശയത്തിന് ആക്കം പകരുന്ന തരത്തിൽ, അതിന് ബലം പകരുന്ന തരത്തിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ ഒരുമിച്ച് യാത്ര നടത്തിയിട്ടുണ്ട് എന്നുള്ള പത്മകുമാറിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ നിന്നും ഇപ്പോൾ ചില സംശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം SIT കടകംപള്ളിയിലേക്ക് എത്തും, കടകംപള്ളിയുടെ യാത്രകളെ കുറിച്ച് അന്വേഷിക്കും. സാധാരണഗതിയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന അറസ്റ്റ് എല്ലാം പ്രതികളെ ദീർഘനേരം ചോദ്യം ചെയ്തതിന് ശേഷം തന്നെയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. അങ്ങനെയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന്റെ യാത്രകളെ കുറിച്ച് അന്വേഷിക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചറിയും ദീർഘനേരം ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന പൂർവ്വകാല സംഭവങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിനൊടുവിൽ കടകംപള്ളി അറസ്റ്റിലാകും എന്ന് തന്നെയാണ് അനുമാനം വരുന്നത്. എന്തായാലും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി സ്വർണ്ണക്കൊള്ളയുമായി അടുത്ത അറസ്റ്റ് കടകംപള്ളി തന്നെയായിരിക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ ഇപ്പോൾ SIT കടകംപള്ളിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൽ ഇനി എന്താണ് നടക്കുക എന്നുള്ളത് കൃത്യമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കേരളം. എന്തായാലും പത്മകുമാറിന്റെ മൊഴികൾ വളരെ നിർണായകമായ മൊഴികൾ തന്നെയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പത്മകുമാർ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട് താൻ സ്പോൺസർഷിപ്പിന് തയ്യാറാണ് എന്ന് കാണിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ദേവസ്വം വകുപ്പ് മന്ത്രിക്ക്, അതായത് ദേവസ്വം മന്ത്രാലയത്തിനാണ് കത്ത് നൽകിയത്. അങ്ങനെയെങ്കിൽ ദേവസ്വം മന്ത്രാലയത്തിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട അനുമതികൾ കൊടുക്കുക എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശബരിമല ദേവസ്വം ബോർഡിന് ദേവസ്വം വകുപ്പ് മന്ത്രിയിൽ നിന്നും കിട്ടിയ കത്തിന് താൻ ഒരു തീരുമാനം മാത്രമാണ് എടുത്തത്, തന്റെ തീരുമാനമായിരുന്നില്ല. ദേവസ്വം വകുപ്പിൽ നിന്നും, അതായത് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ നോട്ടീസിൽ താൻ കൃത്യമായ ഒരു തീരുമാനം കൈക്കൊള്ളുക മാത്രമാണ് ചെയ്തത് ദേവസ്വം പ്രസിഡന്റ് എന്ന രീതിയിൽ എന്നാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴിയും ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളിക്ക് വിനയായി തീർന്നിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുമിച്ചുള്ള യാത്രകൾ വിനയായി തീർന്നിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചു എന്നുള്ള മൊഴികളും വിനയായി തീർന്നിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുക, കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.